നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാഭം കഴിഞ്ഞു. അതിൽ ചില പരസ്പരമുള്ള കാലുമാറ്റങ്ങളും ഒഴിച്ചാൽ ബാക്കി ഏറെക്കുറെ സമാധാനപരമായൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് കഴിഞ്ഞു പോയത്. ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സൃഷ്ടിച്ചിരുന്ന ഒരു നരേറ്റീവ് ഉണ്ടായിരുന്നു. BJPയും CPMും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പലപ്പോഴും പലവട്ടവും എല്ലാവരും, മീഡിയ ഉൾപ്പെടെ എല്ലാവരും ആ നരേറ്റീവിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണിച്ചത്. പക്ഷേ ആത്യന്തിക ഫലത്തിൽ BJP വോട്ടിൻ്റെ കണക്കിലും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഭരിക്കുന്ന കണക്കിലും വളരെ പുറകിൽ പോയി. എന്നാൽ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സീറ്റുകൾ ഭയങ്കര കുറവിൽ പോയി. മാത്രമല്ല വോട്ടിംഗ് പേഴ്സൻറ്റേജിൽ ഗണ്യമായ കുറവ് അവർക്ക് വന്നു. എന്നിട്ടും BJP വേഴ്സസ് കോൺഗ്രസ് നരേറ്റീവ് പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരെ, അല്ലെ അങ്ങനെ ഒരു ഉണ്ടാക്കി കോൺഗ്രസിനെ സൈഡ് ലൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും അടുത്ത ഏതാനും ആഴ്ചകളിലേക്ക് ചർച്ച ചെയ്യാനുള്ള യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു ഇഷ്യൂസ് ക്രിയേറ്റിംഗ് പ്രോബ്ലംസ് ഔട്ട് ഓഫ് നോൺ ഇഷ്യൂസ് എന്നുള്ള ആ തിയറി അനുസരിച്ച് തന്നെ ഇവർ സാധിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് പഴയ IG ശ്രീലേഖ, പഴയ മേയർ അല്ലെങ്കിൽ പഴയ MLA പ്രശാന്ത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കുന്ന കെട്ടിടം തൻ്റെ ആവശ്യത്തിന്, കൗൺസിലറുടെ ആവശ്യത്തിന് വിട്ടുതരണം എന്ന ഒരാവശ്യം നേരിട്ട് പ്രശാന്തിനോട് ഉന്നയിക്കുകയാണ് ചെയ്തത്. ധാർമ്മികമായും നിയമപരമായും ഇവർക്ക് പ്രശാന്തിനോടത് പറയാനുള്ള അവകാശമില്ല. അത് ത്രൂ പ്രോപ്പർ ചാനലുണ്ട്. കോർപ്പറേഷൻ മേയർ രാജേഷുണ്ട്, അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ സെക്രട്ടറി ഉണ്ട്, മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരോട് പറഞ്ഞിട്ട് വേണമായിരുന്നു അങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ പോലും, അത് ന്യായമാണെങ്കിൽ പോലും ശ്രീലേഖയ്ക്ക് മുമ്പോട്ട് വയ്ക്കാൻ. പക്ഷെ ഇവിടെ ഒരു തർക്കം ഉണ്ടാക്കണം. ശ്രീലേഖയും CPMും തമ്മിൽ, അല്ലെങ്കിൽ BJPയും CPMും തമ്മിൽ ഒരു തർക്കം ഉണ്ടാക്കണം. ഒരാഴ്ചത്തേക്ക് ചർച്ച ചെയ്യാനുള്ള വകുപ്പാണത്. അതിൻ്റെ നിയമപ്രശ്നങ്ങൾ, ടെക്നിക്കൽ വകുപ്പുകളുടെ ഉപവകുപ്പ് എല്ലാം പറഞ്ഞുള്ള ചർച്ചകളായിരിക്കും ചിലപ്പോൾ കാണാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെ ഈ ചർച്ച നീളുന്നിടത്തോളം കാലം കുറച്ച് നാളത്തേക്ക് തിരുവനന്തപുരത്തിൻ്റെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാവർക്കും രക്ഷപ്പെടാം. കോൺഗ്രസിനെ വെറും കാഴ്ചക്കാരനായി നിർത്തിക്കൊണ്ട് ഞങ്ങളാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഈ രണ്ട് പാർട്ടികളും ചേർന്ന് നടത്തിയ ഒരു അടവായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ പറ്റുള്ളൂ. അത്ര ഗൗരവമുള്ള വിഷയമല്ല ഇത്. പ്രശാന്ത് മുറി വിട്ടുകൊടുത്താലും ഇല്ലെങ്കിലും, 2 ആഴ്ച മുമ്പ് ശ്രീലേഖ മുറി കിട്ടിയാലും ഇല്ലെങ്കിലും തിരുവനന്തപുരത്ത് ഒരു മഹാത്ഭുതവും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതാരെയാണ്? തിരുവനന്തപുരത്തെ മുഴുവൻ വോട്ടർമാരെ വഞ്ചിക്കാനാണ് വീണ്ടും ഇവർ ഈ മുന്നണി ശ്രമിക്കുന്നത്. ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ തിരുവനന്തപുരത്ത് വിജയിച്ചു. അതിൻ്റെ കാരണം ഇതുപോലത്തെ ഓരോ കൗൺസിലർ അല്ലെങ്കിൽ മേയർമാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇത്രയും തിരിച്ചടി നേരിട്ടത്. ഇനി രണ്ടാമത് മറ്റൊരു നരേറ്റീവ് നമുക്ക് പറയാവുന്നത്, ശ്രീലേഖ ഇപ്പോൾ പല മാധ്യമങ്ങളും പറഞ്ഞു തുടങ്ങി, ശ്രീലേഖയുടെ ഈ പെരുമാറ്റം അടുത്ത തവണ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലം തന്നെ CPMൻ്റെ കൈവശം എത്തിക്കുമെന്നാണ് പറയുന്നത്. അതിനുള്ള നെഗറ്റീവാണെന്നറിയത്തില്ല. അല്ലെ ശ്രീലേഖയുടെ കയ്യിലെത്തുമെന്ന് പറയുന്നുണ്ട്. ശ്രീലേഖയാണ് അവിടെ മത്സരിക്കാൻ പോകുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒന്ന് ഓർക്കേണ്ടത്, ഒരു പഴയ കഥ നമ്മൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ആ കഥയിൽ പറയുന്നത്, ഒരു പുഴ കടത്താനായിട്ടൊരു വഞ്ചിക്കാരൻ, പ്രായമായി ഒരു മനുഷ്യനായിരുന്നു ആ വഞ്ചിക്കാരൻ. അയാൾ പക്ഷേ കരയ്ക്കെത്തുന്നതിന് മുമ്പ് ഏതാനും വാര അകലെ ഈ വള്ളം നിർത്തി ആൾക്കാരെ പകുതി നനഞ്ഞ് കരയിലേക്ക് നടന്നു കയറേണ്ട അവസ്ഥയിലായിരുന്നു ഇതിൽ വള്ളം നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 2 അടിയെങ്കിലും അകറ്റി നിർത്തുള്ളൂ. അപ്പോൾ നാട്ടുകാരെല്ലാം ഇയാളെ പ്രാകുകയാണ്, ഇയാൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, കഷ്ടമാണല്ലോ. അത് കഴിഞ്ഞ് നാട്ടുകാരുടെ എല്ലാം പരാതിയും പരിഭവവും എല്ലാം കഴിഞ്ഞിട്ട് പുതിയൊരു വഞ്ചിക്കാരൻ വരികയാണ്. പുതിയ ഒരു വഞ്ചിക്കാരൻ മറ്റാരുമായിരുന്നില്ല, അത് ഇദ്ദേഹത്തിൻ്റെ മകൻ തന്നെയായിരുന്നു. അദ്ദേഹവും വന്നു. ഇവൻ ആദ്യത്തെ 1-2 ദിവസമൊക്കെ വളരെ കാര്യമായിട്ട് ഓടിച്ച് എല്ലാവരും കൈയടിച്ച് ഇവനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ അടുത്ത ദിവസം തൊട്ട് ഇവൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ അകലത്തിൽ വള്ളം നിർത്താൻ തുടങ്ങി. ആൾക്കാരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി തന്നെ കരയ്ക്ക് കയറേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇവൻ വള്ളം നിർത്താൻ തുടങ്ങിയത്. അപ്പോൾ തന്നെത്താൻ നാട്ടുകാർ പറഞ്ഞു, സ്വയം നാട്ടുകാർ പറഞ്ഞു, അച്ഛനായിരുന്നു ഭേദം,
അതുപോലെ തിരുവനന്തപുരംകാരെ കൊണ്ട് പറയിപ്പിക്കുമോ ആര്യ രാജേന്ദ്രനായിരുന്നു ഭേദമെന്ന് പറയിപ്പിക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്? അത് ആലോചിക്കണം. അങ്ങനെ നമ്മൾ പറഞ്ഞു പോകും. ഇപ്പോൾ വന്നിരിക്കുന്ന അതിനേക്കാൾ മോശമാണെങ്കിൽ, ഇപ്പോൾ ശ്രീലേഖ തുടങ്ങി വെച്ചിരിക്കുന്ന അതിനേക്കാൾ മോശമാണെങ്കിൽ, ഇത് അവരെ കൗൺസിലറായിട്ട് ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് അവർ അവരുടെ ഓഫീസിന് വേണ്ടി വാദിച്ചതെങ്കിൽ, അതല്ല BJPക്കും CPMനുള്ള തർക്കമായിട്ട് മാത്രം അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നമുക്കൊന്നും പറയാനില്ല. അത് രാഷ്ട്രീയ ഒരു കുടില നീക്കം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. CPMും BJPയും ചേർത്ത് നടത്തിയ ഒരു കുടില നീക്കം. അതിനപ്പുറം ഈ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി എന്നായിരിക്കും? ഇത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ഇപ്പം ഇന്ന് നാളെ മറ്റന്നാളെല്ലാം മിക്കവാറും ചാനൽ ചർച്ചകളിൽ ശ്രീലേഖയുടെ ഈ പെരുമാറ്റത്തെ കുറിച്ചിരിക്കുക. കാരണം മാധ്യമ മിക്കവാറും എല്ലാം തന്നെ ശ്രീലേഖയ്ക്കെതിരാണ്, BJPക്കെതിരാണ് പലരും. അപ്പോൾ ആ സ്റ്റൈലിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇവരുടെ അഹന്ത കൊണ്ടാണോ? ഇവർ IPS ഉദ്യോഗസ്ഥയായതുകൊണ്ടാണോ? ചോദ്യങ്ങൾ ഒത്തിരി വരും. ആ അഹന്തയുടെ ഭാഗമായിട്ടാണ് മുറി ചോദിച്ചത്. മുറി ചോദിക്കാൻ അതിൽ അവർക്ക് അവകാശമുണ്ട്, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും. പക്ഷെ അതിനെ പരിഗണിക്കാതെ എങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ളത് VV രാജേഷിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഉദ്ദേശമായിരുന്നു. അത് അവിടെ പ്രശാന്ത് രണ്ടാമത്തെ ആളാകുന്നു. വാടകക്കാരൻ മാത്രമാണ്, വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. ഇപ്പോൾ തന്നെ വാടകക്കാരനെതിരായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നിയമം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിട ഉടമസ്ഥന് അനുകൂലമായിട്ട്. ഇവിടെ കെട്ടിട ഉടമസ്ഥൻ കോർപ്പറേഷനാണ്. കോർപ്പറേഷനായിരുന്നു ഡിമാൻഡ് ചെയ്യേണ്ടിയിരുന്നത്, ഒരു കൗൺസിലറല്ല. കൗൺസിലർ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ആകില്ല. കൗൺസിലിൽ BJPക്കാരല്ലാത്ത കൗൺസിലേഴ്സുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPMകാരുണ്ട്, മറ്റ് സ്വതന്ത്രരുണ്ട്. ഇവർക്കൊക്കെ അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ കോർപ്പറേഷൻ കൗൺസിലേഴ്സിനെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ആരും അവകാശപ്പെടുത്തിയിട്ടില്ല. ഇത് കൗൺസിലർക്ക് ശ്രീലേഖയ്ക്ക് കെട്ടിടം വേണമായിരുന്നെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാമെന്ന്, അതിന് പകരം ഇദ്ദേഹത്തെ നേരിൽ വിളിച്ച് ഫോണിൽ കൂടെ, അത് അവരെന്താ സംസാരിച്ചതെന്ന് നമുക്ക് കൃത്യം അറിയത്തില്ല, ഫോണിൽ കൂടെയുള്ള സംസാരമായിരുന്നു. അതാരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതെങ്ങനെയാണ് ഈ സംഭവം? പുറത്താരാ പറഞ്ഞത്? ശ്രീലേഖയാണോ പറഞ്ഞത്? മേയറാണോ പറഞ്ഞത്? ഇങ്ങനെ എന്നെ വിളിച്ചിരുന്നു, അല്ല ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാരാ? ഇത്തരം ഈ യാതൊരു അർത്ഥവുമില്ലാത്ത രാഷ്ട്രീയ പൊതുസമൂഹത്തിന് യാതൊരു മൂല്യവുമില്ലാത്ത ചർച്ചയിലേക്ക് മലയാളിയെ തളച്ചിടാനുള്ള വികലമായ, ഏറ്റവും ക്രൂരമായൊരു ശ്രമം മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തുകയാണ്. എന്ന് പറയട്ടെ, ഇതാരാ പറഞ്ഞത്? പുറത്ത് പറഞ്ഞാൽ ആദ്യം അറിയിച്ചാരാ? ബ്രേക്കിംഗ് ന്യൂസ് ആരാ കൊടുത്തത്? റിപ്പോർട്ടർ TV ആണോ? സാറിന് ഇത്തരം കാര്യങ്ങൾ അവരാ കൊടുക്കാറ്? അതോ 24 ആണോ? അവരാണോ കൊടുത്തത്? ബ്രേക്കിംഗ് ന്യൂസ് ആര് കൊടുത്തു? എവിടുന്ന് കിട്ടിയ വാർത്ത എവിടുന്ന് കിട്ടുന്നത്? ഇത് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. രഹസ്യ സ്വഭാവം ഇല്ലല്ലോ ഇതിന്. കെട്ടിടം മാറ്റിത്തരണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് ഒന്നുകിൽ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല, വാക്കാലേ പറഞ്ഞിട്ടുള്ളൂ. വാക്കാൽ പറഞ്ഞത് എങ്ങനെ വ്യാഖ്യാനിക്കും നമ്മൾ? അത് ഗൗരവമുള്ള കാര്യമാണ്. വാക്കാൽ പറഞ്ഞ പല കാര്യങ്ങളും വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങൾ പല പഞ്ചായത്തുകളിലും പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, ഇവർക്ക് സ്വന്തമായി മുറി വേണമെന്നുണ്ടെങ്കിൽ, കൺവീനിയൻ്റ് ആയിട്ടുള്ള മുറി വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടാൻ 100 മാർഗ്ഗമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ മുറി ഒന്നില്ലേ പോലും സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്താണെങ്കിലും ഒരു മുറി ഒപ്പിക്കാൻ ഇവർക്ക് പ്രയാസമില്ല. പഴയ റിട്ടയർഡ് IG ഇല്ലേ, IPSകാരില്ലേ, ഇവർക്ക് തന്നെ സാധിക്കും. വേറെ ആരുടെയും സഹായമില്ലാതെ ഇവർക്ക് ഇൻഡിവിജ്വലായിട്ട് സാധിക്കും. ഒരു മുറി അവിടെ സാമാന്യം കൊള്ളാവുന്ന കംഫർട്ടബിളായിട്ടുള്ള മുറി വാടകയ്ക്ക് എടുക്കാൻ ഇവർക്ക് സാധിക്കും. അതിന് പകരം ഇവർ കോർപ്പറേഷൻ്റെ പ്രശാന്ത് ഉപയോഗിക്കുന്ന മുറി തന്നെ വേണമെന്നുള്ള വാശി പിടിക്കുന്നതിലാണ് ഇതൊരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അല്ലാണ്ട് ശ്രീലേഖ മണ്ടത്തരത്തിൽ ചെയ്തതില്ല, അഹങ്കാരത്തിൽ ചെയ്തതല്ല. മറിച്ച് BJPയും CPMുമായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇത് മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നിപ്പം ശ്രീലേഖയ്ക്കെതിരായിട്ട് ആൾക്കാർ രംഗത്ത് വരും, നാളെ ശ്രീലേഖയ്ക്ക് അനുകൂലമായിട്ട് രംഗത്ത് വരും. ഇത്തരം കലാപരിപാടികൾ 1ഉം 2ഉം അല്ല, പലതും കാണാൻ കേരളം കാത്തിരുന്നുള്ളൂ. അതാണ് നമ്മുടെ വിധി. അത് നമുക്ക് കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം.